ചെറിയ ചോദ്യം ചോദിക്കട്ടെ. നാളെ നിങ്ങളുടെ ജോബ് വിട്ടാൽ നിങ്ങളുടെ ഹെൽത്ത് പ്രൊട്ടക്ഷന്റെ കാര്യം എന്താകും? പലർക്കും ഇതിന് ആൻസർ ഇല്ല. കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ജോലിയുണ്ട്, അവിടെ കമ്പനിയിൽ നിന്ന് എനിക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ സേഫ് ആണ് എന്നാണ്. പക്ഷേ ഇതിന്റെ ട്രൂത്ത് എന്താണെന്ന് അറിയാമോ? അതൊരു ടെമ്പററി സേഫ്റ്റി മാത്രമാണ്. ഒരു റിയൽ സേഫ്റ്റി അല്ലെങ്കിൽ ഒരു ഫുൾ പ്രൊട്ടക്ഷൻ അതാകുന്നില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു യാഥാർത്ഥ്യം പറയും. കമ്പനി ഹെൽത്ത് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഷെയർഡ് ലിമിറ്റാണ്. മോസ്റ്റ് പോളിസികളും പാരൻസിനെ കവേർഡ് ചെയ്യാറില്ല. ജോബ് ചേഞ്ച് ചെയ്താൽ അതവിടെ തീർന്നു. റിട്ടയർമെന്റ് കഴിഞ്ഞാൽ 0 ആയി. ഇതിന്റെ ബിഗ്ഗസ്റ്റ് ചേഞ്ചർ എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് തോന്നും, പക്ഷേ ആക്ച്വലി നിങ്ങൾ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആണ്. ഒരു റിയൽ സെനാരിയോ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വയസ്സ് 45, ഗുഡ് സാലറി, കമ്പനി ഹെൽത്ത് ഇൻഷുറൻസ് 5 lakhന്റെ ഉണ്ട്, എവരിത്തിങ് ലുക്ക് പെർഫെക്റ്റ്. സഡൻലി നിങ്ങൾക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് വരുന്നു. ഹോസ്പിറ്റൽ ബില്ല് 8 lakh. നിങ്ങളുടെ കമ്പനി പോളിസി പേ ചെയ്യും 5 lakh. ബാക്കി 3 lakh. അത് ആര് കൊടുക്കും? നിങ്ങളുടെ സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ്, ഫ്യൂച്ചർ പ്ലാൻസ് ഇതെല്ലാം ബേൺ ഔട്ട് ആകും, ഡിസ്റ്റർബ്ഡ് ആകും. ശരിയല്ലേ? ഒരു ഹോസ്പിറ്റൽ ബില്ല് മതി 10 വർഷം നമ്മൾ ഹാർഡായിട്ട് ഏൺ ചെയ്ത നമ്മളുടെ സേവിങ്സും വെൽത്തും എല്ലാം നഷ്ടപ്പെടാൻ. ശരിയാണോ? ഇപ്പോൾ സിമ്പിളായിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കമ്പനി ഇൻഷുറൻസും നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻഷുറൻസും. കമ്പനി ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലല്ല, കമ്പനിയുടെ കയ്യിലാണ്. അതിന് കണ്ടിന്യൂറ്റി ഗ്യാരണ്ടി ഇല്ല. നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാൽ അതും തീർന്നു. ലിമിറ്റഡ് കവറേജ് ആണ്. കൂടുതലും ഗ്രൂപ്പ് പോളിസികളെല്ലാം അങ്ങനെ തന്നെയായിരിക്കും. അത് ഒരു ടെമ്പററി സേഫ്റ്റി മാത്രമാണ്. ഇനി പേഴ്സണൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിലോ അതിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. അതിന് ലൈഫ് ടൈം കണ്ടിന്യൂറ്റി ഉണ്ട്. കാരണം നമ്മൾക്കത് എത്ര കാലത്തോളം തുടരാൻ കഴിയും അത്രയും നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മുടെ പാരൻസിനെയും അതിനകത്ത് കവർ ചെയ്യാൻ പറ്റും. ഫാമിലി പ്രൊട്ടക്ഷൻ ഉണ്ട്, അതിന് കണ്ടിന്യൂറ്റി ഉണ്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. ഇതിനെ ഒരു ലൈൻ കൊണ്ട് പറഞ്ഞാൽ കോർപ്പറേറ്റ് അല്ലെങ്കിൽ കമ്പനി ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു കുട വാങ്ങുന്ന പോലെയാണ്. എന്നാൽ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത് അതൊരു റൂഫ് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ കുറച്ച് കോമൺ മിത്തുകൾ നമുക്കൊന്ന് പൊളിച്ചു നോക്കാം. ഞാൻ എങ്ങാണ്, എനിക്കിപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസിന്റെ ആവശ്യമില്ല. പലരും പറയുന്ന കാര്യമാണ്. പക്ഷേ ഒരസുഖവും ഏജ് നോക്കിയല്ല വരുന്നത്. രണ്ടാമത്തെ മിത്ത്, കമ്പനി കവറേജ് ഉണ്ട്, വേറെ ഒന്നിന്റെ ആവശ്യമില്ല. കമ്പനി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ടെമ്പററിയാണ്. ഞാനിപ്പോൾ സംസാരിച്ചതും അത് തന്നെയാണ്. പിന്നെ ചില ആളുകൾ പറയുന്നതാണ് പിന്നീട് നോക്കാം. ആ പിന്നീട് ചിലപ്പോൾ ഒരിക്കലും വരാറില്ല. ലേറ്റർ എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണ്. ലേറ്റർ ആവും തോറും പ്രീമിയം കൂടുതൽ വരാം. ചിലപ്പോൾ ഒരു പോളിസി എടുക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ കിട്ടാനുള്ള ചാൻസ് പോലും ഇല്ലാതെ വരും. പിന്നെ ചിലവർ പറയും 5 ലക്ഷത്തിന്റെ ഉണ്ട്, അത് മതി. ഇൻഫ്ലേഷൻ എന്ന ഒരു സാധനമുണ്ട്. അത് 5 to 15% വരെ ഇയർലി പോകാറുണ്ട്. ഈ 5 ലക്ഷം വെറുതെ ഒരു പനി വന്നാൽ പോലും തീർന്നു പോയേക്കാം. ഇന്നത്തെ ഈ 5 ലക്ഷം എന്ന് പറയുന്നത് ഒരു 5-10 വർഷം കഴിയുമ്പോൾ അതിന് ഒരു 5000ത്തിന്റെ വില പോലും ഉണ്ടാവില്ല. നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച് ആവശ്യമാണ്. ഒന്നാമത്തത്, ഇൻഷുറൻസ് എന്ന് പറയുന്നത് അതൊരു എക്സ്പെൻസേ അല്ല, അത് നിങ്ങളുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയാണ്. അതിനുള്ള ഒരു സിസ്റ്റമാണ്. നിങ്ങൾ നിങ്ങളുടെ ഫോണിനെ ഇൻഷുർ ചെയ്യാറുണ്ട്, കാറിനെ ഇൻഷുർ ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങളുടെ ഇൻകം ഇവയെ ഒന്നും ഇൻഷുർ ചെയ്യാതെ ഇരിക്കുന്നത് ഒരു വലിയ മിസ്റ്റേക്കാണ്, റിസ്ക് ആണ്. 15 വർഷത്തിലേറെ ആയിട്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ ഒബ്സർവ് ചെയ്ത ഒരു കാര്യം, ആളുകൾ ഫെയിൽ ആവുന്നത് ലോ ഇൻകം ആയതുകൊണ്ടല്ല. അവർ ഫെയിൽ ആവുന്നത് റോങ് പ്ലാനിങ് കൊണ്ട്, അല്ലെങ്കിൽ പ്ലാനിങ്ങേ ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആളുകളുടെ ഫിനാൻഷ്യൽ റിസ്കിനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടാവാം, എനിക്ക് മതിയായ ഹെൽത്ത് കവറേജ് ഉണ്ടോ, ഗ്യാപ്പ് വല്ലതും ഉണ്ടോ, എത്ര എമൗണ്ട് വേണം,
അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം ആളുകൾക്ക് വേണ്ടി ഒരു 1-to-1 ക്ലാരിറ്റി സെഷൻ കൊടുക്കുന്നുണ്ട്. നോർമലി ഇതിന് 2,999 ആണ് ചാർജ് എങ്കിലും കോമൺ ആയിട്ടുള്ള ആളുകളെ കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു ഓഫർ പ്രൈസിൽ 999 ഇത് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ നിങ്ങളുടെ കറന്റ് കവറേജ് ചെക്ക് ചെയ്യും, എക്സാക്റ്റ് ഗ്യാപ്പ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും, റൈറ്റ് ഹെൽത്ത് ആൻഡ് ഫിനാൻഷ്യൽ പ്രൊട്ടക്ഷൻ പ്ലാൻ ചെയ്യും. നിങ്ങൾക്ക് ഒരു ക്ലിയർ റോഡ് മാപ്പ്, ഫിനാൻഷ്യൽ റോഡ് മാപ്പ് ഞാൻ നൽകും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ ഹെൽത്ത് എന്ന് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ക്ലാരിറ്റി എന്ന് മെസ്സേജ് ചെയ്യാം. ഞാൻ പേഴ്സണലി നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും. ജോബ് മാറാം, കമ്പനി മാറാം, പക്ഷേ നിങ്ങളുടെ ലൈഫ് അത് മാറരുത്. ഇന്ന് തന്നെ പ്ലാൻ ചെയ്യൂ. എന്നും പ്രൊട്ടക്റ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കൂ.